വീട്ടിലേക്ക് അത്യാവശ്യമായി ചില സാധനങ്ങൾ വാങ്ങാനായി അബുവക്കയുടെ കടയിലേക്ക് വന്നതായിരുന്നു ഞാൻ. കൂടുതൽ സാധനങ്ങൾ മേടിക്കാനുണ്ടെങ്കിൽ ടൗണിലേക്ക് പോവാറുള്ളൂ. അത് മുതിർന്നവർ പോവും. അത്യാവശ്യമായി വാങ്ങേണ്ടതിനും ചെറിയ രീതിയിൽ വേണ്ടതിനുമൊക്കെ അബുവക്കാൻ്റെ കടയെ തന്നെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. എടുക്കാൻ പറഞ്ഞ സാധനങ്ങൾ തൂക്കി അബുവക്ക അത് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ചക്രം ഉരുട്ടിക്കൊണ്ട് കൂട്ടുകാരൻ ഓടി വന്നത്. ഓടി വന്ന് അവൻ ചക്രവും പിടിച്ചു നിന്ന് കിതച്ചു. എന്താടാ, എന്തു പറ്റി എന്ന അർത്ഥത്തോടെ ഞാൻ അവനെ നോക്കിയെങ്കിലും കിതപ്പിനിടയിൽ അവൻ്റെ വാക്കുകൾ തൊണ്ടയിൽ തന്നെ കുരുങ്ങിക്കിടന്നു. കിതപ്പിനൊരാശ്വാസം വന്ന വേളയിൽ അവൻ ഒറ്റ ശ്വാസത്തിൽ ഇങ്ങനെ പറഞ്ഞൊപ്പിച്ചു, നീ അറിഞ്ഞോ, നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ വീട്ടിലെ കൊടപ്പന മുറിക്കണു. എല്ലാവരും ഉണ്ടവിടെ, നീ വേഗം വാ. പറഞ്ഞു നിർത്തിയതും അവൻ വീണ്ടും കിതപ്പ് തുടർന്നു. ആ വലിയ പനയോ എന്ന എൻ്റെ ചോദ്യം കേട്ട് നിനക്കെന്താ എന്നെ വിശ്വാസമില്ലേ എന്ന അർത്ഥത്തിൽ അവൻ എന്നെ നോക്കി നിന്നു. നീ വിട്ടോ, ഞാൻ വരാം. അവനോട് അങ്ങനെ പറഞ്ഞത് നന്നായെന്ന് കടയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി. വട്ടത്തിൽ മുറിച്ച് കടലാസിൽ പൊതിഞ്ഞൊരു കുമ്പളങ്ങ കഷ്ണമായിരുന്നു എൻ്റെ ഒരു കയ്യിൽ. മറുകയിൽ നോർസെറ്റ് ബീഡിയുടെ കവറിലിട്ട് ചുരുട്ടിപ്പിടിച്ച കോഴിമുട്ടകൾ. ബാക്കി കിട്ടിയ ചില്ലറകൾ ഇതിനിടയിൽ എവിടെയോ തിരികെ വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെയായി എൻ്റെ ട്രൗസറിന് നല്ലൊരു ശ്രദ്ധ കൊടുക്കേണ്ടിയിരുന്നു എനിക്ക്. ബട്ടൺ അടർന്നു പോയത് കാരണം വളരെ സാഹസികമായി ഞാനത് ചുരുട്ടി വെച്ചിരിക്കുകയായിരുന്നു. ശ്വാസോച്ഛ്വാസം ക്രമീകരിച്ചും കാലടികൾ എടുത്തു വെക്കുമ്പോൾ സൂക്ഷ്മത പാലിച്ചുമൊക്കെ ഒരുവിധം നടന്നു വന്ന് സാധനങ്ങളെല്ലാം വീട്ടിൽ ഏൽപ്പിച്ച് ട്രൗസർ ഒന്ന് മുറുക്കി കുത്തി ഞാൻ സംഭവ സ്ഥലത്തെത്തി. അവിടെ ആകാശത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിൽ മൊട്ടയടിച്ച കുടപ്പന ഇളം തൂമ്പ് ആകാശത്തിലേക്ക് ഉയർത്തി നിൽക്കുന്നു. ഒരറവു മൃഗത്തിൻ്റെ മുഖത്തെ ദൈന്യത പനയിലുണ്ടെന്ന് എനിക്ക് തോന്നി. ആ ഞങ്ങളുടെ തായേരം നിങ്ങൾ കണ്ടിട്ടില്ലേ? 2 പട്ട മതിയായിരുന്നു ഈ പനയെന്നാണെങ്കിൽ അത് മേയാൻ. പറയുന്നത് ആരാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. എൻ്റെ ചിന്ത മുഴുവൻ ചുറ്റുവട്ടങ്ങളിലായിരുന്നു. കുടപ്പനയുടെ ഏറ്റവും താഴത്തെ 2 പട്ടകൾ കുമ്പിൾ കുത്തി അതിൽ താമസമാക്കിയിരുന്ന വവ്വാലുകൾ എവിടേക്കാണ് പോയിട്ടുണ്ടാവുക? പരിസരത്തുള്ള മരക്കൊമ്പുകളിലേക്കൊക്കെ ഞാൻ നോക്കി. ഇല്ല, എവിടെയും കാണുന്നില്ല അവരെ. പനയോലക്കുമ്പിളിൽ പരുപരുത്ത ശബ്ദത്തോടെ തല്ലുകൂടിയും ബഹളം വെച്ചും കഴിഞ്ഞിരുന്ന ആ വവ്വാലിൻ കുടുംബത്തെ ഇനി കാണില്ലെന്നാണോ? അവർ നീര് മുഴുവൻ ചപ്പിക്കുടിച്ച ശേഷം നിലത്തേക്കിടുന്ന പറങ്കിമാങ്ങയും ബദാംകായും ഒക്കെ ഇനി കിട്ടില്ല എന്നാണോ? എന്നാ കുട്ടിയോളെ, വേണ്ടവരൊക്കെ എടുത്തോളി. വൈക്കോലോ വിറകോ ഒക്കെ മൂടി വെക്കാലോ. ഉണ്ണിയേട്ടൻ്റെ അച്ഛനാണ്. കൂട്ടം കൂടി നിന്നവരിൽ ചിലരൊക്കെ പട്ട കൂട്ടിയതിൻ്റെ അടുത്തേക്ക് പോയി. പനയോലകൾക്കിടയിൽ നിന്ന് വിള്ളലും തുളയുമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി ഓരോന്ന് ചുരുട്ടിയെടുത്ത് ഒക്കിലും തലയിലുമൊക്കെ ചുമന്ന് മെല്ലെ നടന്നു. മറ്റുള്ളവർ പനക്ക് മുകളിലെ രാമേട്ടന് ഒരു സർക്കസുകാരനെ എന്ന വണ്ണം നോക്കി നിന്നു. ഇനി സ്കൂൾ പൂട്ടുമ്പോൾ എന്താടാ കാട്ടുക? വെട്ടി കളിക്കാൻ ഇനി എവിടുന്ന് ആ പനങ്കുരു കിട്ടുക? എൻ്റെ ചെവിക്കടുത്ത് വന്ന് മന്ത്രിക്കും പോലെയാണ് അവൻ ചോദിച്ചതെങ്കിലും ആ ശബ്ദത്തിൽ എവിടെയൊക്കെയോ നേർത്ത ഇടർച്ചയുള്ളതായി എനിക്ക് തോന്നി. ഗോട്ടിക്ക് പകരമായി പനങ്കുരു കൊണ്ടാണ് ഞങ്ങൾ പെട്ടി കളിച്ചിരുന്നത്. അവനത് നല്ല ഇഷ്ടമുള്ള കളിയായിരുന്നു. എവിടുന്നെങ്കിലും കിട്ടുമായിരിക്കും, ഞാൻ അവനെ വെറുതെ ആശ്വസിപ്പിച്ചു. ഇളം തൂമ്പിലെയുള്ള അഗ്രഭാഗം ഒരു വലിയ ശബ്ദത്തോടെ നിലത്ത് വീണപ്പോൾ പുതോം എന്ന് പറഞ്ഞ് കുട്ടികൾ ആ ശബ്ദം അനുകരിച്ചു. മുതിർന്നവർ പലരും മൂക്കത്ത് കഷ്ടം വെച്ച് നിന്നു. ഒന്നിനു പിറകെ ഒന്നായി പനക്കഷ്ണങ്ങൾ നിലംപൊത്തിക്കൊണ്ടിരുന്നു. നല്ല പൊടിയുള്ള പനയാണെന്ന് തോന്നുന്നു, ദാ ആ കഷ്ണം നോക്ക് എന്ന് ആരോ പറയുന്നത് കേട്ട് ഞാനും നോക്കി. മുറ്റത്തെ പൊടിമണ്ണ് പനത്തടിയിൽ അല്പം പുരണ്ടതല്ലാതെ വേറെ പൊടിയൊന്നും ഞാൻ കണ്ടില്ല. മഴവും കമ്പിപ്പാരയുമൊക്കെ കൊണ്ട് പനന്തടി കഷ്ണങ്ങൾ കീറി മുറിക്കുന്നിടത്തേക്ക് കാണാനും സഹായിക്കാനുമൊക്കെയായി മുതിർന്നവർ നീങ്ങിയപ്പോൾ ഞാൻ പനമുരടിനടുത്തേക്ക് ചെന്നു. നേർത്ത നാരുകൾക്കിടയിലൂടെ മഞ്ഞിൻ കണങ്ങൾ പോലെ എന്തോ ഉരുണ്ടുകൂടുന്നു. പനയ്ക്കും വേദനിക്കുമെന്നും പനയും കരയുമെന്നും ആകാശത്തോളം വളരാനുള്ള നക്ഷത്രത്തെ തൊടണമെന്നുള്ള പനയുടെ വലിയ സ്വപ്നങ്ങളാണ് കുഞ്ഞു കഷ്ണങ്ങളായി ഈ ചിതറിക്കിടക്കുന്നതെന്നും എനിക്ക് തോന്നി. മുതിർന്നവർ കരയാൻ പാടില്ല എന്നെനിക്ക് പനയോട് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ഞാൻ പറഞ്ഞില്ല. പന കരഞ്ഞോട്ടെ, കരഞ്ഞ സങ്കടങ്ങൾക്ക് ശമനമുണ്ടാവുമെന്ന്
അമ്മായി പറയുന്നത് കേട്ടിട്ടുണ്ട്. നാലായി കീറിയ പനന്തണ്ടുകളിൽ നിന്ന് ഓരോന്ന് തോളത്തെടുത്ത് വെച്ച് ഓരോരുത്തരായി നടന്നു നീങ്ങി. ആളൊഴിഞ്ഞ മുറ്റത്ത് ഒറ്റക്കായപ്പോൾ ആ പനമുരടിലേക്ക് ഒന്നുകൂടി നോക്കി ഞാനും നടന്നകന്നു. അന്ന് ഗ്രാമം മുഴുവൻ പനയടിക്കുന്ന ശബ്ദമായിരുന്നു. കല്ലുരലിൽ ഉലക്ക തട്ടി തീപ്പാറി. കഴുകിത്തുടച്ച വാഴയിലയിൽ പനപ്പൊടി കുറുക്ക് വിളമ്പി ആവി പോകുന്നത് നോക്കി അമ്മമാർ നിന്നു. നേർത്ത കറിയൊഴിച്ച് പനപ്പൊടി കുറുക്ക് കഴിക്കുന്നവർ പനയെ വാഴ്ത്തി പറഞ്ഞു. ചിതയിലേക്കെടുക്കുന്ന സമയത്ത് മൃതദേഹങ്ങൾ നല്ലവരും പുണ്യാളന്മാരുമാവുന്നത് പോലെ പനയുമായി. സന്ധ്യാകാശത്ത് സൂര്യൻ അസ്തമിക്കുകയും പിറ്റേന്ന് കിഴക്ക് വന്നുദിക്കുകയും ചെയ്തു. കോഴി പനയില്ലെങ്കിലും പതിവൊന്നും തെറ്റിയില്ല. പക്ഷേ ഞങ്ങളാരും പിന്നീട് വവ്വാലിനെ കണ്ടില്ല. അതിൻ്റെ കലപില ശബ്ദം കേട്ടില്ല. മലമ്പ്രദേശത്ത് കശുമാവ് പൂത്തത് ഞങ്ങൾ അറിഞ്ഞില്ല. മുട്ടിപ്പൊളിച്ച് ബദാമിൽ നിന്ന് പരിപ്പെടുത്ത് പങ്കുവെച്ച് തിന്നില്ല. അവിടെയാരും പനങ്കുരു കൊണ്ട് പിന്നീട് പെട്ടി കളിച്ചില്ല. പിന്നീടെപ്പോഴോ സ്വപ്നത്തിൽ പന വന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു: ഒന്ന് നഷ്ടപ്പെടുമ്പോൾ ശരിക്കും അത് മാത്രമല്ല നഷ്ടപ്പെടുന്നത്, അതിനോടൊപ്പം മറ്റു പലതുമാണ്.